ഇത് ഒന്നുകൂടി പറയുകയാണത്. നമ്മളൊരു ഡേറ്റാബേസ് സ്റ്റെപ്സ്, കണക്ഷൻ്റെ സ്റ്റെപ്സ് എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ക്ലാസ് ഡോട്ട് ഫോർ നെയിം അല്ലേ. ദെൻ ഇവിടെ നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് കണക്ഷൻ ഒബ്ജക്റ്റ് ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ URL, യൂസർ നെയിം, പാസ്വേഡ്. സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് കൊടുക്കുക. അവിടെ നമ്മൾ ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. SQL ക്വറി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ട് ക്വറി എഴുതി. ദെൻ ഇത് DDL ആണെങ്കിൽ അവിടെ എക്സിക്യൂട്ട് അപ്ഡേറ്റ് കൊടുക്കുക. പിന്നെ ഇവിടെ രണ്ട് ക്ലോസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റും ക്ലോസ് ചെയ്യണം, കണക്ഷൻ ഒബ്ജക്റ്റും ക്ലോസ് ചെയ്യണം. നമ്മൾ അതിന്റെ നമ്മൾ കോഡ് എഴുതുമ്പം മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരിക. നമ്മൾ ചെയ്യണമെങ്കിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഡ്രൈവർ ക്ലാസ്സിനെ രജിസ്റ്റർ ചെയ്യുക. അതിനാണ് നമ്മൾ ക്ലാസ് ഡോട്ട് ഫോർ നെയിം യൂസ് ചെയ്യുന്നത്. ദെൻ കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ. കണക്ഷൻ കോണീക്വൽ ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ. ദെൻ സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അവിടെ നമ്മൾ ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. ക്വറി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എക്സിക്യൂട്ട് ക്വറിയോ എക്സിക്യൂട്ട് അപ്ഡേറ്റ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ കണക്ഷൻ ക്ലോസ് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് ക്ലോസ് ചെയ്യുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും സ്റ്റെപ്സ് തന്നെയാണ്. ഒന്നുകൂടെ കാണിച്ചു തരാതെ ഡ്രൈവർ ക്ലാസ്സിനെ രജിസ്റ്റർ ചെയ്യുന്നതാണ് നമ്മൾ ക്ലാസ് ഡോട്ട് ഫോർ നെയിം. അതിന്റെ സിന്റാക്സ് ഉണ്ടായിരുന്നു ക്ലാസ് ഡോട്ട് ഫോർ നെയിം എന്നാണ്. അപ്പൊ ഇവിടെ ഈ ക്ലാസിന്റെ കൂടെ നമ്മൾ അതിനകത്തുനിന്ന് മെത്തേഡാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ക്ലാസ് നെയിമിലുള്ള ക്ലാസ് തന്നെയാണ്. ഫോർ നെയിം എന്ന് പറയുന്ന മെത്തേഡ്. അതിന്റെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ കൊടുക്കുക ഏതാണ് നമ്മുടെ ഡ്രൈവർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. നമ്മൾ MySQL ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ com.mysql.jdbc. ഇതാണ് നമ്മളിപ്പം പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ്, ഡ്രൈവർ ക്ലാസ്സിനെ രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് കണക്ഷൻ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. കണക്ഷൻ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ. ഇനി നമ്മൾ ഇവിടെ കൊടുക്കുന്ന URL കൊടുക്കുക. നമ്മൾ അതിനകത്ത് കാണിക്കുക. ദെൻ യൂസർ നെയിം ഏതാണ് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസർ. ദെൻ പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് ഇല്ലെങ്കിൽ ഈ ഡബിൾ കോഡ്സ് വെറുതെ empty ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതിന്റെ എക്സാമ്പിള് സ്റ്റേറ്റ്മെന്റ് ആണ് കോണിക്കൽ ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ. ഇത് നമ്മൾ URL കൊടുക്കും. ഇതാണ് URL. ദെൻ യൂസർ നെയിം, പാസ്വേഡ്. ഇത് നമ്മുടെ ഡേറ്റാബേസ് നെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലാസ് ഡോട്ട് ഫോർ നെയിം കൊടുക്കുക. ദെൻ കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ. സിമ്പിൾ ആയിട്ട് പറയാം URL, യൂസർ നെയിം, പാസ്വേഡ്. URLനകത്ത് നമ്മൾ കംപ്ലീറ്റ് പാത്തും പോർട്ട് അഡ്രസ് എല്ലാം വരുന്നുണ്ട്. ഡേറ്റാബേസ് നെയിം ഉൾപ്പെടെ ഇതിനകത്ത് വരുന്നുണ്ട്. യൂസർ, പാസ്വേഡ്. നമ്മൾ നോക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് പറയുമ്പോൾ ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെന്തിനാ ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ക്വറി വിത്ത് ഡേറ്റാബേസ്. ഇതാണ് ഇതിന്റെ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് ഓഫ് കണക്ഷൻ ഇന്റർഫേസ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ്. And the object of statement is responsible to execute queries with the database. നമ്മൾ ഈ ഒബ്ജക്റ്റ്, ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ക്ലാസ്സിന്റെ ഈ ഒബ്ജക്റ്റ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഡോട്ട് എക്സിക്യൂട്ട് ക്വറി, എക്സിക്യൂട്ട് അപ്ഡേറ്റ് ഒക്കെ കൊടുക്കുന്ന ഈ ഒബ്ജക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊടുക്കുന്ന നമ്മൾ ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ സിന്റാക്സ് ഇതാണ്. con.create സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. നെക്സ്റ്റ് അതിലെ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ക്വറി എക്സിക്യൂഷൻ ആണ്. നമ്മൾ ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് ആണ് എടുക്കേണ്ടത്. ഇതിന് നമ്മൾ എക്സിക്യൂട്ട് ക്വറിയോ എക്സിക്യൂട്ട് അപ്ഡേറ്റോ യൂസ് ചെയ്യാം. അതിനകത്ത് നമുക്ക് ക്വറി ഡയറക്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ക്വറി ഒരു സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ സ്ട്രിങ് വേരിയബിൾ ഇവിടെ യൂസ് ചെയ്യുകയോ ചെയ്തിരിക്കും. ഇപ്പൊ എക്സിക്യൂട്ട് ക്വറിയും എക്സിക്യൂട്ട് അപ്ഡേറ്റും യൂസ് ചെയ്യുന്നത് അത് DML ആണോ DDL ആണോ എന്നുള്ള അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതനുസരിച്ചായിരിക്കും ഇത് കൊടുക്കുക. എക്സാമ്പിൾ കാണുമ്പോൾ അത് മനസ്സിലാകും. എക്സിക്യൂട്ട് ക്വറി ആൻഡ് എക്സിക്യൂട്ട് അപ്ഡേറ്റ് യൂസ് ചെയ്തിരിക്കും. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റിസൾട്ട് സെറ്റ്. റിസൾട്ട് സെറ്റ് എന്ന് പറയുന്ന ക്ലാസ് വെച്ചിട്ട് അതിന്റെ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ക്വറിയുടെ റിസൾട്ട്. എക്സിക്യൂട്ട് ക്വറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത് എക്സിക്യൂട്ട് അപ്ഡേറ്റ് എന്താണ് കൊടുക്കുന്നത് അത് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട്, അതിന്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നത് ഈ RSലേക്കായിരിക്കും. അത് റിസൾട്ട് സെറ്റ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതിലേക്കായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് സ്റ്റോർ ആകുക. അപ്പൊ ഈ RS എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റില് ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവും. നമ്മൾ അതിൽ നിന്ന് എടുത്താണ് നമുക്ക് വേണ്ട രീതിയിൽ അതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുക.
അപ്പൊ ഇവിടെ rs.next എന്ന് കൊടുത്താൽ ഫസ്റ്റ് പോയിന്റ് ചെയ്യുന്ന റെക്കോർഡ് പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ഫസ്റ്റ് റെക്കോർഡിലാണ്. അപ്പൊ ഈ rs.getInt of id അല്ലെ rs.getString of name എന്ന് പറയുമ്പോൾ ഇപ്പൊ getString of 1 എന്നോ getString of 2 എന്ന് കൊടുക്കുകയോ ചെയ്താൽ ഫസ്റ്റ് കോളം അതായത് ഫസ്റ്റ് ഫീൽഡ് ഇപ്പൊ സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഫീൽഡ് ആ രീതിയിലാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ ഇതിൽ പ്രിന്റ് ചെയ്യുന്നത് id ആണ് ഫസ്റ്റ് ഫീൽഡ് എങ്കിൽ അതും സെക്കൻഡ് ഫീൽഡ് നെയിമും ആണെങ്കിൽ അതിലെ 2 വാല്യൂ. പിന്നെ നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സെക്കൻഡ് റെക്കോർഡ് പോയിന്റർ സെക്കൻഡ് റെക്കോർഡിലേക്ക് വരുന്നു. അപ്പൊ അവിടുത്തെ 2 വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. പിന്നെ അത് നെക്സ്റ്റ് റെക്കോർഡിലേക്ക് വരുന്നു. അപ്പൊ റെക്കോർഡ് പോയിന്റർ ഇങ്ങനെ മൂവ് ചെയ്ത് എൻഡ് ഓഫ് റെക്കോർഡ് വരെയാകും. അപ്പൊ അതുവരെ അത് മൂവ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ rs.next. rsലുള്ളത് എന്താണ്? rsൽ നമ്മുടെ ഈ റിസൾട്ട് ആണ്. ഇത് കംപ്ലീറ്റ് റിസൾട്ടും ഇതിനകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുക. അതിലെ 1 by 1 ആയിട്ട് റെക്കോർഡ് എടുത്ത് പ്രിന്റ് ചെയ്യുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. എൻഡ് ഓഫ് ഫയൽ വരെ അല്ലെ എൻഡ് ഓഫ് റെക്കോർഡ് വരെ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് പ്രിന്റ് ചെയ്യും. ഇത് ഫസ്റ്റ് ഫീൽഡ് ആദ്യം, സെക്കൻഡ് ഫീൽഡ് അങ്ങനെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് ക്ലോസ് ചെയ്യണം. കണക്ഷന്റെ കോൺ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുക. നമ്മൾ കോഡ് എഴുതുമ്പോൾ ഇതുപോലെ എല്ലാ സ്റ്റെപ്സും കൊടുക്കുക. ഇതിന്റെ പ്രോഗ്രാംസ് പുറകെ തരുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ കണക്ഷൻ class.forName ഉണ്ട്, കണക്ഷൻ കോൺ ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് ഉണ്ട്, കുറെ എക്സിക്യൂഷൻ ഉണ്ട്. ഇതിനകത്ത് റിസൾട്ട് സെറ്റ് കാണിച്ചിട്ടില്ല, നമ്മൾ പ്രോഗ്രാമിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തെടുക്കുക. ഇത് തന്നെ ഒന്നും കൂടെ കാണിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. while rs.next കുറെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ getString 1 പ്ലസ് getString 2 എന്ന് പറയുമ്പോൾ ആദ്യത്തെ കോളം സെക്കൻഡ് കോളം, ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനാണ് എക്സിക്യൂട്ട് query എന്ന് പറയുന്നത്. യൂസ്ഡ് ടു എക്സിക്യൂട്ട് queries to the database. ഇതിന്റെ ഔട്ട്പുട്ട് എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് റിസൾട്ട് സെറ്റിന്റെ ഒബ്ജക്റ്റിലേക്കായിരിക്കും. ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് മെയിൻ ആയിട്ടും 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് നമ്മൾ സാധാരണ ഇപ്പം ചെയ്തത്, പിന്നെ ഒന്ന് പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ദെൻ കോളബിൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ 3 ടൈപ്പിലുള്ള സ്റ്റേറ്റ്മെന്റ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ SQL അല്ലെങ്കിൽ MySQL സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളിപ്പം പറഞ്ഞത് തന്നെയാണ്. con.create സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ പ്രീകമ്പൈൽഡ് SQL or MySQL സ്റ്റേറ്റ്മെന്റ് which allows improved performance. It allows to execute the query multiple times and we can set the values according to our need. Prepare statement object name equal to con.prepare statement. അപ്പൊ ഇത് പ്രീകമ്പൈൽഡ് ക്വറിയെ എടുത്തിട്ട് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ചെയ്യണമെങ്കിൽ ഓൾറെഡി കമ്പൈൽഡ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ യൂസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് ഒന്ന്. ഞാൻ കോളബിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സ്റ്റോർഡ് പ്രൊസീജിയർ ഒക്കെ നമുക്ക് കോൾ ചെയ്യുന്ന കേസിൽ നമ്മൾ DBMS പഠിച്ചിട്ടുണ്ട്. സ്റ്റോർഡ് പ്രൊസീജിയർ എന്താണെന്നൊക്കെയുള്ള ആ കേസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. കോളബിൾ സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് ദെൻ con.prepare കോളം. ഈ പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ് ഇന്റർഫേസ് ആണെങ്കിൽ നമുക്ക് പാരാമീറ്ററൈസ്ഡ് ക്വറിയെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പാരാമീറ്ററൈസ്ഡ് ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് റിസൾട്ട് സെറ്റ് ഇന്റർഫേസിന്റെ വരുന്ന അതിനകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. നെക്സ്റ്റ്, പ്രീവിയസ്, ഫസ്റ്റ്, ലാസ്റ്റ് ഇതെല്ലാം നമുക്കറിയാം. കഴ്സർ പൊസിഷൻ നെക്സ്റ്റിൽ പോയിന്റ് ചെയ്യുക, പ്രീവിയസിൽ പോയിന്റ് ചെയ്യുക, ഫസ്റ്റില് ലാസ്റ്റില് ഇതിലെല്ലാം പോയിന്റ് ചെയ്യാനും ഗെറ്റിന്റെ കോളം ഇൻഡെക്സ് ആണെങ്കിൽ ഇൻഡെക്സ് വാല്യൂ കിട്ടാന്, സ്ട്രിങ് കോളം നെയിം ആണെങ്കിൽ അതിന്റെ കോളം നെയിം റിട്രീവ് ചെയ്യാന്, ഗെറ്റ് സ്ട്രിങ് കോളം ഇൻഡെക്സ് ഉണ്ട്, ഗെറ്റ് സ്ട്രിങ് കോളം നെയിം ഉണ്ട്, അബ്സല്യൂട്ട് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റിസൾട്ട് സെറ്റ് ഇന്റർഫേസിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഒന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ പ്രോഗ്രാംസ് നമുക്ക് ഒന്നും കൂടെ പ്രോഗ്രാമായിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ അതിന്റെ തിയറി പാർട്ട് ഇത്രയും കാര്യങ്ങളാണ്. ഒരു ജാവ ഡാറ്റാബേസ് കണക്ടിവിറ്റി അല്ലെങ്കിൽ എങ്ങനെയാണ് ഡാറ്റാബേസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് 5 steps ആണ് ഓർക്കുക. ഫസ്റ്റ്, രജിസ്റ്റർ ദ ഡ്രൈവർ ക്ലാസ് ആൻഡ് ക്രിയേറ്റിംഗ് കണക്ഷൻ.
ക്രിയേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്, എക്സിക്യൂട്ട് ക്വറീസ് ആൻഡ് ക്ലോസിംഗ് കണക്ഷൻ. ഇത്രയും സ്റ്റെപ്സ് യൂസ് ചെയ്താണ് നമ്മളൊരു ഡാറ്റാബേസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമുക്കിനി പ്രോഗ്രാംസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന്